ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ മോർണിംഗ് റൊട്ടീൻ്റെ വീഡിയോ ആയിട്ടാണ്. വേറെ ഒന്നുമല്ല, ജസ്റ്റ് നമ്മുടെ രാവിലത്തെ ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു വീഡിയോ, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ആദ്യം തന്നെ കോഫി ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യണത്. അതിനുള്ള പാല് വെച്ച് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കോഫി ഉണ്ടാക്കാം. രാവിലെ തന്നെ കോഫി കുടിക്കുന്നതാണ് എനിക്കിഷ്ടം. ചായയോടൊന്നും വലിയ താല്പര്യമില്ല, കോഫിയാണ് ഇഷ്ടം. നമ്മുടെ കോഫി റെഡി ആയിട്ടുണ്ട്. ഇതുകൊണ്ട് നേരെ വാതിക്കലേക്കാണ് പോകുന്നത്. വാതിക്കൽ ഇരുന്ന് കുടിക്കാൻ വേറൊരു രസമാണ്. രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല മഞ്ഞൊക്കെ ഉണ്ട്, നല്ല തണുപ്പുമാണ്. ഇങ്ങനെ വെറുതെ ഇരുന്ന് രാവിലെ തന്നെ കോഫി കുടിക്കാൻ വേറൊരു ഫീലാണ്. നന്നായി മഞ്ഞുണ്ട്. ഡിസംബർ മാസം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കുറച്ച് ബദാമും ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോഫി കുടിച്ച് തുടങ്ങാം. ദേ കണ്ടോ, ഇതിൻ്റെ താർപ്പായുടെ മുകളൊക്കെ വെള്ളമൊക്കെ ഇറ്റുന്നുണ്ടോ? ഇതാണ് മഞ്ഞാണ്, ഫുള്ള് മഞ്ഞാണ്. മഞ്ഞിറ്റ് പുറത്തുനിന്ന് ഇറങ്ങിക്കൂടെ, പെട്ടെന്ന് ജലദോഷമൊക്കെ വരും. ഞാൻ അവിടെ തന്നെ മഞ്ഞും തണുപ്പൊക്കെ ആസ്വദിച്ച് അവിടെ തന്നെ ഇരുന്നു. ഇപ്പോൾ ഇതാ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നുണ്ട്, നല്ല കളറായി വരുന്നുണ്ട്. എന്ത് രസമല്ലേ പ്രകൃതിയൊക്കെ കാണാൻ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതാ അങ്ങനെ ഇരുന്ന് സമയം പോയതറിഞ്ഞില്ല. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ഉണ്ടാക്കണ്ടേ. അപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഞാനല്ല ഉമ്മയായിട്ട് ഉണ്ടാക്കണത്, എന്നാലും ഞാനിങ്ങോട്ട് കൂടെ പോകുന്നതാണ്. ഇന്നലെ രാത്രി സോക്ക് ചെയ്ത് വെച്ച അരിയാണിത്. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് അരച്ചെടുക്കണം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നെയ്പത്തിലാണ്. അതിനു വേണ്ടി നമ്മൾ ആവശ്യത്തിന് അരി എടുക്കുന്നുണ്ട്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. അരിയൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രൈൻഡറിലേക്ക് ഇട്ട് നന്നായി അരച്ചെടുക്കണം. നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങ ചിരവിയതാണ്. തേങ്ങ ചിരവിയത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ല ജീരകവും 2 കഷ്ണം ചെറിയുള്ളിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് തേങ്ങ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിത് അരിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം. അധികം ഒന്നും അരയേണ്ട, നമ്മുടെ നെയ്പത്തിലായതുകൊണ്ട് ചെറുതായിട്ട് അരഞ്ഞാൽ മതി, ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മളെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനുള്ള കറി ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 4 ഉരുളക്കിഴങ്ങും 1 ക്യാരറ്റും 1 ഉള്ളിയും 1 പച്ചമുളകാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തോലൊക്കെ കളഞ്ഞ് നമുക്കെടുക്കാം, വൃത്തിയാക്കിയെടുക്കാം. നമുക്കിതൊക്കെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും അല്പം വെള്ളവും ചേർത്ത് നമുക്കിത് ഗ്യാസുമേൽ വെച്ച് കൊടുക്കാം.
ഈ സമയം തന്നെ നമ്മൾ നെയ്പ്പത്തിലുള്ള എണ്ണയും ഗ്യാസുമ്മൽ വെച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം അരി ചെറുതായി പരത്തി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ മുഴുവനായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ കറി വെന്തിട്ടുണ്ട്. നമുക്കിത് എടുത്തു മാറ്റാം. അവിടെ തന്നെ നമുക്ക് ചായക്കുള്ള വെള്ളം കൂടെ വെച്ച് കൊടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചായയും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നെയ്പ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കറിക്ക് വേണ്ട തേങ്ങ ചിരവി എടുക്കാം. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം. ഇതിൻ്റെ തേങ്ങാപ്പാലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ കറിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. നമ്മൾ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി വറവ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ കറിയും ഇതിലേക്ക് ഒഴിച്ച് നന്നായി വറ്റി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചായ കുടിക്കാം. 9 മണിയായിട്ടുണ്ട്. നമ്മളെല്ലാം ടേബിൾ മേൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചായ കുടിക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മുടെ രാവിലത്തെ റൊട്ടീനാണ് നമ്മളിന്ന് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.